ക്ലാസ്സിലൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ മരിക്കുന്നത്. അച്ഛൻ അതിന് ശേഷം ഉപേക്ഷിച്ച് പോയതാണ്. കുഞ്ഞിലെ തന്നെ അമ്മ അച്ഛന് സെപ്പറേറ്റ് ആയതാണ്. അമ്മ മരിച്ചതിന് ശേഷം അമ്മാമ്മേൻ്റെ കൂടെ താമസിച്ചിരുന്നത്. അമ്മാമ്മ മരിച്ചപ്പോൾ പിന്നെ ആരും നോക്കാനൊന്നുമില്ല, റിലേറ്റീവ്സിന് ആർക്കും വേണ്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓഫനേജിലാവുന്നേ. ഇവിടെ ഈ കുട്ടിയെ ആരാന്ന് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. നമ്മുടെ ഞാനത് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുക, നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഈ കുട്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അമ്മ ജീവൻ ഒടുക്കിയതാണ്. സത്യം പറഞ്ഞാൽ ജീവൻ ഒടുക്കി വേറൊരാളോട്ട് കല്യാണവും കാര്യങ്ങളൊക്കെ വേറൊരാളോടെ പോയി, പിന്നെ അതേ സംബന്ധം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ജീവൻ ഒടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതിലോട്ടൊന്നും ഞാൻ കൂടുതലൊന്നും വരുന്നില്ല. ഞാൻ അറിഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയം ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരുന്ന സംഭവം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇതങ്ങനെ വിടാൻ പറ്റുന്ന ഒരു കേസല്ല. കാരണം അവിടെ ഇനിയും ഉണ്ട് കുറേ അമ്മമാരും കാര്യങ്ങളൊക്കെ. അവരിപ്പോൾ ഒരു നിസ്സാരമായിട്ടേ മറ്റവരെടുക്കുന്നുള്ളൂ. 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോൾ ഈ കത്തിൽ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അവർക്ക് തുടങ്ങാം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇപ്പം ഞാൻ അവിടുത്തെ നിലവിലെ സ്ഥിതി എന്താണെന്ന് ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ അവരൊരു വോയിസ് തന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് വെച്ച് തരാം. ഇപ്പോൾ ജീവമാതയിൽ ഉദയഗിരിജി അവരുടെ മകനും ഇല്ല. അവരെ മറ്റെങ്ങോ ഒളിവിലാണ്, മറ്റെവിടെയോ ആണ് താമസിക്കുന്നത്. അത് അവരോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ, അല്ലാതെ നമുക്ക് ഈ അടുത്തുള്ള ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അതോടൊപ്പം അവിടെ ഇപ്പോൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരോ അങ്ങനെ ആരെങ്കിലും ഇവിടെ വാർത്ത എടുക്കാനോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ വന്നു കഴിഞ്ഞാൽ അവർ ഫുൾ വോളിയത്തിൽ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഓൺ ആക്കിയിട്ട് അങ്ങനെ വെക്കുന്നൊരു പ്രവണതയുണ്ട്. അതോടൊപ്പം ഈ ജനങ്ങളുടെ ഇടയിലോട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവർ വൈകുന്നേരങ്ങളിൽ സ്നഗ്ഗി പോലുള്ളതും പാമ്പേഴ്സ്, കടൽസിൻ്റെയൊക്കെ പാമ്പേഴ്സും സ്നഗ്ഗി, പ്ലാസ്റ്റിക് അതെല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് അങ്ങ് കത്തിക്കുമ്പോൾ ഭയങ്കര പുകയാവും. അപ്പോൾ ആൾക്കാരെല്ലാം ജനലും കതവും ഒക്കെ അടച്ച് വീടിനുള്ളിൽ തന്നെ ഇരിക്കും. അപ്പോൾ അവിടേക്ക് അധികം അറ്റൻഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അവർക്കറിയാം ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇത് കെട്ടടങ്ങിപ്പോയി എല്ലാവരും ഇത് പിന്മാറുമെന്ന് അവർക്കറിയാം. എന്തുകൊണ്ടോ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ഇത് ഏറ്റെടുക്കാൻ മടിക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. അപ്പോൾ എന്തായാലും കാശുവാരി വീശി എറിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബേഴ്സോ അങ്ങനെയുള്ളവരോ അല്ലെങ്കിൽ അല്ലാതെ ഇതിനെതിരെ അങ്ങോട്ട് പ്രതികരിക്കാനായിട്ട് ആരും വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, മറ്റേ പറയുന്ന പോലെ പണത്തിന് മീതെ പരുന്തും പറക്കില്ലല്ലോ. സത്യമാണ് ഇവർ പറയുന്നത്. ഇപ്പം ഈ വിഷയം അങ്ങനെ യൂട്യൂബേഴ്സ് വലുതായിട്ട് എടുക്കുന്നില്ല. പിന്നെ അതുൽ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഡാനി അത് എടുക്കണം, ആ വിഷയം അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിൽ ഇന്ന് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിത് പറ്റുന്ന പോലെ ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിൽ ഇതിനു വേണ്ടി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഷഫീന ചേച്ചി ഇതറിയാമല്ലോ, അത് പറയേണ്ട ആവശ്യമില്ല. അവർ പിന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ചങ്ങാതി കൊട്ടം, ക്യാൻവാസ് മീഡിയ, ഇവരൊക്കെ ഉള്ളു ആക്റ്റീവായിട്ട് ഈ ഒരു വിഷയത്തെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അവർക്ക് നല്ല രീതിയിൽ പൈസ എറിഞ്ഞ് കളിക്കുന്നതിൻ്റെ അങ്ങേയറ്റം. കാരണം ഈ ബിസിനസ് പോലെ വലിച്ചെറിഞ്ഞാലല്ലേ തിരിച്ച് പിടിക്കാൻ പറ്റൂ, ആ ഒരു രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ നാട്ടിലുള്ള ആൾക്കാരുടെ സംസാരവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പിന്നെ സന്ധ്യ പല്ലവി വന്നിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. അവിടെ ഒരു വലിയൊരു പൈപ്പുണ്ട്, അണ്ടർഗ്രൗണ്ടിൽ എന്തോ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പം അല്ലാതെ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇവർ ഒളിവിലാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. എന്തായാലും ഈ ഒരു സ്ഥാപനം കാരണം എത്ര പാവങ്ങൾ പെട്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ടെ, ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ന്യായമുണ്ട് ഇല്ലെങ്കിൽ ന്യായമില്ല എന്നൊരു കമൻറ്റും കൂടെ ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് വരാം. 2022-23 ഞാൻ പറഞ്ഞില്ലേ, ഈ ആമ്പിള്ളേരൊക്കെ ഈ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പം വിചാരിക്കുകയും ചെയ്യും, എൻ്റെ അടുക്കളയിൽ നിന്ന് ഇവരുടെ ഫ്രണ്ട് കാണാൻ പറ്റും. മീൻസ് അവിടെ വന്ന് കയറുന്നു പോകുന്നു വരുന്നു ഒക്കെ എനിക്ക് സുന്ദരമായിട്ട് കാണാം. അടുക്കള ആയിക്കോട്ടെ, എൻ്റെ മുറി ആയിക്കോട്ടെ, നമ്മുടെ ആ വാഷ് ബേസിൻ്റെ ആയിക്കോട്ടെ, എനിക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പം ഈ ആൺപിള്ളേർ വരികയും പോവുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു 2-3-4 പോലീസ് വാഹനങ്ങൾ ഇവിടോട്ട് വന്ന് നിൽക്കുന്നു. നമ്മളോട്ട് ടോർച്ചുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ഇതുവഴി 2-3 പെൺപിള്ളേർ ഓടിയോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഈ വണ്ടികൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നമ്മൾ തുറന്നു നോക്കുമല്ലോ. അപ്പോൾ പോലീസുകാരാണ് നമ്മളോട് പറഞ്ഞേ 2-3 പെൺകുട്ടികൾ ഇവിടുന്ന് ഓടിപ്പോയി, നിങ്ങൾ ഇതുവഴി എങ്ങാനും കണ്ടോന്ന്. അപ്പം നമ്മുടെ അങ്കിളിനെ വിടാതെ അപ്പം നമ്മളവിടെ വിളിച്ച് ചോദിച്ചു, അങ്കിളെ ഇതുപോലെ പോയിട്ടുണ്ടോ? അപ്പോൾ എന്താണ്, കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ അങ്കിളിൻ്റെ ആ കയ്യാലയിൽ കൂടെ ഇറങ്ങി അവരുടെ ചെരുപ്പ് ഷോള എല്ലാം അവിടെ കിടക്കുന്നു. അങ്ങനെ എന്നിട്ട് പിന്നീട് അപ്പോൾ ഈ ഒരു പോലീസും വണ്ടിയും കൂടി ഇവിടെ തന്നെ കിടക്കുക. അവരപ്പം വെള്ളമൊക്കെ ചോദിച്ചു കൊടുത്തു, ടോർച്ചൊക്കെ ചോദിച്ചു, അവർക്ക് എന്തോ ആവശ്യത്തിന് കൊടുത്തു. അങ്ങനെ ഒരു 2-3-4 മണിക്കൂർ കഴിഞ്ഞപ്പം ഇവർ പോകുന്ന സമയത്ത് പിന്നെ ഞാൻ ചോദിച്ചു, സാറേ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കിട്ടി, അത് ഈ പ്ലാന്റേഷനകത്തിലെ ലയത്തിൽ നിന്നെങ്ങാണ്ട് അവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്നെങ്ങാണ്ട് പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഈ അലറിക്ക് വിളിച്ചു ഊക്കലും അമ്മമാരുടെ കരച്ചിൽ മിക്ക സമയവും കേൾക്കാറുണ്ട്.
മിക്ക സമയവും അമ്മമാരുടെ കരച്ചിൽ കേൾക്കാറുണ്ട്. ഒത്തിരി കടന്ന് ചീത്ത പറയുന്നതും കരച്ചിലും നിലവിളിയും ഒക്കെ കേൾക്കാറുണ്ട്. അല്ല, ഈ ചേച്ചി പറഞ്ഞ വിഷയമേ, ഞാൻ ഈ വിഷയം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഫോളോ അപ്പ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. എനിക്ക് തോന്നുന്നു ഇനി വേറെ ആരെങ്കിലും പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല, ചാൻസ് കുറവാണ്. അന്നേരം ഈ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് അവിടെ ബംഗാളികളുണ്ടല്ലോ, ബംഗാളിയായിട്ട് അവിടുത്തെ കുറച്ച് പിള്ളേർക്ക് റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് വിഷയം. എന്നിട്ട് അവിടെ നിന്നാണ് തൂക്കിയത്. അവിടെ നിന്ന് തൂക്കി കഴിഞ്ഞിട്ട് ഇതിന് കേസ് പോലും ഇട്ടില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇതിന് കേസും കാര്യങ്ങളൊന്നും ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ചേച്ചി അവരുടെ ഹോൾഡ് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഹോൾഡും കാര്യങ്ങളൊക്കെ. കാരണം ഇവരുടെ ഇമേജാണ് പോകുന്നത്. ഇതാകുമ്പം ചുറ്റുമുള്ള കുറച്ചെടുത്ത് മാത്രം അറിയത്തുള്ളൂ എന്ന് വിചാരിച്ച് ചേച്ചി. എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ. അവിടുത്തെ ബംഗാളികളായിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചേട്ടൻ പറയുന്നത് നമുക്കൊരു വീഡിയോയിലോട്ടൊന്ന് പോയിട്ട് വരാം. കിഴക്കോട്ടെ മറ്റൊരു സ്ഥാപനത്തിലും കണ്ടിട്ടില്ല. ഇവിടെ ഏത് ഒരു നൂലുകെട്ടി തൊട്ട ഏത് അങ്ങനത്തുള്ള എല്ലാ കാര്യത്തിലും പുള്ളിയാണ് മെയിനായിട്ട് ഇരിക്കുന്നത്. മെയിനായിട്ട് ആളാണ് ഇവിടുത്തെ എല്ലാ കാര്യത്തിനും. ഊണ് കൊടുക്കാനാ, പിള്ളേരുടെ ഊണായാലും എല്ലാ സകല കാര്യത്തിനും ഇവിടെ സ്ഥിരം വരുന്ന ഒരു അന്തേവാസിയാണ്. ഞങ്ങളുടെ എം എൽ എ. കാറൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പുള്ളി ഈ 14 വർഷം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ 14 വർഷം ആയത് കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ തോട്ടിലെ മലിനം പറഞ്ഞ ശരിയാ. ഈ തോട് ഇതിലേക്ക് താപ്പോട്ടെ ഇളമണ്ണ് വരെ നല്ല വിശാലമായ തോട്. ഈ തോട്ടിലെ ജനങ്ങൾ നാട്ടുകാർ മൊത്തം കുളിക്കും, മുണ്ട് നനയ്ക്കും, പശുക്കളെയും കുളിപ്പിച്ചോണ്ട് ഒറ്റ മനുഷ്യരെ അതിനകത്ത് ഇറങ്ങാൻ പറ്റില്ല. മഴ വരുന്ന വേസ്റ്റ് വെള്ളം എല്ലാവരും തുറന്നും വിടും. എന്തോ ദുർഗന്ധമാണ്. നാട്ടുകാർക്കങ്ങ് ഇരിക്കാം. ഇവിടുന്നല്ല, ഞങ്ങളുടെ ആ ഏരിയ വരില്ല ദുർഗന്ധമാണ്. പിന്നെ സ്ഥിരം മഴയാണെങ്കിൽ ദുർഗന്ധം കുറയും. മഴ വിചാരിക്കുമ്പോൾ ദുർഗന്ധം കുറയും. പിന്നെ ആര് പ്രതികരിച്ചാലും പ്രതികരിക്കുന്ന ഒരു മണ്ടന്മാരും അവരുടെ ആളുകളും എടുക്കരുവാ. അവർക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ട് അവർക്ക് മേളിൽ സ്വാധീനമുണ്ട്. പ്രതികരിക്കാൻ പലരും പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരിച്ചിട്ട് അവർ മണ്ടന്മാരായതേ ഉള്ളൂ. അല്ലെ പ്രതികരിച്ചല്ലോ നോക്കാൻ വന്നിട്ടുണ്ട്. പഞ്ചായത്തിൽ നോക്കാൻ വരുമ്പോൾ അങ്ങനെ ഇത് അടച്ചു വെച്ചേക്കും. സത്യം പറഞ്ഞ ഇപ്പോഴാണ് നാട്ടുകാർക്കും ഒരു ഇതായത്. അവര് കുറെ ആൾക്കാരൊക്കെ ഇറങ്ങിത്തിരിഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിന്ന് അതുലിന്റെ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അതുൽ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്തുകൊണ്ട് ഇപ്പൊ പ്രതികരിക്കുന്നു, അപ്പൊ പ്രതികരിച്ചില്ല എന്നുള്ള കാര്യം. ഇത് ഞാനൊരു കാര്യം പറയട്ടെ. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം തുറന്നു പറയാം. ഇപ്പോൾ ഒരാൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഇപ്പം എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് വേറൊരാൾ വന്നിട്ട് കുറ്റം പറയുമ്പം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഡാനി അങ്ങനെ ചെയ്യില്ലെന്നേ നിങ്ങൾ പറയത്തുള്ളൂ. ആണോ അല്ലയോ? ഡാനി അങ്ങനെ ചെയ്യൂല. ഇപ്പം ആര് കുറ്റം പറഞ്ഞിട്ടുണ്ടോ അവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി തന്തയ്ക്ക് വിളിക്കാനേ നേരം കാണത്തുള്ളൂ, അല്ലേ? അതാണ്. അതുപോലാണ് ഗിരിജ എന്ന് പറയുന്ന വ്യക്തി. എന്തുകൊണ്ട് ജനങ്ങൾ, കാരണം പറഞ്ഞിട്ടും കാര്യമില്ല. അവരെക്കുറിച്ച് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല. ഗിരിജ നല്ലൊരമ്മ, പൊന്നമ്മ, ചക്കരയമ്മ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ. അവരെന്താണ് കാട്ടിക്കൂട്ടിയെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നല്ലവനാ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം സമൂഹത്തിൽ അവർക്ക് നല്ല പേരും നല്ല എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എല്ലാവരും അവരെ തൊഴുതുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വ്യക്തിനെ കുറിച്ച് ഒരാൾ വന്നിട്ട് കുറ്റം പറയുന്നവനെ കല്ലെറിയാനാണ് ഇവിടുത്തെ ആൾക്കാർക്ക് നേരം കാണത്തുള്ളൂ. ആണോ അല്ലേ? അതാണ് ഇവിടെ സംസാരിച്ചത്. അതുകൊണ്ടാണ് നാട്ടുകാർ വാവൊക്കെ തുറക്കാത്തത്. ബിഗ് ബോസ് സമയത്ത് അവിടെ നിന്ന് ഒരു കഴിഞ്ഞ സീസൺ 6 ഒരു മത്സരാർത്ഥി വയ്യാതം പറഞ്ഞിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ, ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ റിയൽ ലൈഫിൽ പുള്ളി കാണിച്ചിരുന്നത് ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ കൂടെ. അപ്പോൾ ആ വ്യക്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എന്നെ എല്ലാവരും നന്ദയ്ക്ക് വിളിച്ചത്, എൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാം വിളിച്ചു. പക്ഷേ കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ കള്ളനാന്ന് മനസ്സിലായി. ഇപ്പൊ എല്ലാവർക്കും, അന്ന് എന്നെ കുറ്റപ്പെടുത്തി എൻ്റെ കൂട്ടത്തിലുള്ള യൂട്യൂബേഴ്സിനാണെങ്കിൽ പോലും എടാ അവൻ പഠിച്ച കള്ളനാടാ, നീ ആ ശരി എന്നുള്ള രീതി മനസ്സിലായി എന്ന് പറയുന്ന പോലെയാണ്. കാരണം സമയമെടുക്കും ചില കള്ളങ്ങളെയൊക്കെ. പിന്നെ ചില ആൾക്കാരെയൊക്കെ നെഞ്ചിലേറ്റി കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഒന്നാമത്തെ വിഷയം. ഓക്കെ, ഇനി അടുത്തൊരു ചേട്ടൻ പറയുന്ന വീഡിയോ വെച്ചാൽ ഇവിടെ വന്ന് അനാശാസമായി പൈസ ഉണ്ടാക്കിയ ഒരു സ്ത്രീയാണ് ജീവമാത കാരുണ്യ ഭവൻ എന്ന് പറയുന്നത്. അത്രമേൽ നികൃഷ്ട ജീവിയാണ് ഇവിടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഭയമാണ്. നാട്ടുകാർക്ക്, തേപ്പാർക്കാർക്ക് ഭയമാണ്. പിന്നിൽ നിന്ന് ഞങ്ങൾ പ്രവർത്തിച്ച് ഈ അവസ്ഥയിൽ എത്തിച്ചു. ഇവിടെ നടക്കുന്ന അനാശാസങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ രാത്രി പോകുന്ന വണ്ടികൾ, രാത്രി കാലങ്ങളിൽ വരുന്ന വലിയ വലിയ VIP വണ്ടി, BMW, ഓഡിയും പിന്നെ ലാൻഡ് ക്രൂസറും ഒക്കെ രാത്രി കാലങ്ങളിലൂടെ വരുന്നത്. അന്നൊക്കെ ഞങ്ങൾക്ക് പ്രതികരിച്ചു. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ വിദേശത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഗുണ്ടായിസമാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം. പണമുള്ളവൻ എന്തോ ആവാം, എന്ത് തോന്നിയാസം ആവാം, അതങ്ങനെയാണ്. പിന്നെ അതൊരു ചായക്കടയാണെന്ന് ഈ ചേട്ടന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാന്നേ ഉള്ളൂ. ആൾക്കാർ വന്ന് ചായ കുടിച്ചിട്ട് പോകും. ഇത് ഞാൻ എന്താ ഉദ്ദേശിച്ചതിന്റെ വിവരമുള്ളവർക്ക് മനസ്സിലാക്കി കാണും. കൂടുതൽ ഇനി അതിനെക്കുറിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറയുന്ന ബാക്കിയും കൂടെ നോക്കാം. മനുഷ്യ രാഷ്ട്രീയക്കാരുടെ പിന്തുണ കൊണ്ടാ അതിപ്പോ കണ്ടല്ലോ. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തവണ നിർത്തിയത് വയ്ക്കാൻ പോയണ്ടോ? ആ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് എന്നെ പറഞ്ഞ റജി എന്താ വെച്ചാൽ നീ കൈകാര്യം ചെയ്തു, ഞാൻ പോയേക്കാവുന്നു. ഇവരെല്ലാം കൈവഴിഞ്ഞ് പോവാ. അതുകൊണ്ട് ഇവിടെ ഭയം ഉണ്ടായിട്ടില്ലയോ? ഇവരെ ഭയം ഉണ്ടായിട്ടാണോ സംഭവിച്ചത്? പഞ്ചായത്ത് പ്രസിഡന്റ് ഓരോ ഇട്ടിട്ട് പോകുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മ അക്ക ആര് അക്ക വേറെ ലെവല്. എന്തായാലും ഇപ്പോൾ ഒളിവിലാണ്, നിലവിൽ ഒളിവിലാണ്. അവർ പല രീതിയിലും പല അടവുകളും നോക്കുന്നുണ്ട്. ആ സ്ഥാപനം പരമാവധി തുറക്കാതിരിക്കുക, നല്ല നല്ല ആൾക്കാരുടെ അടുത്ത് അമ്മമാരെ എത്തിക്കാൻ നോക്കുക.
അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു കേസ് കേട്ട് വിടാൻ ഉദ്ദേശമില്ല. എന്നോട് ഇപ്പം അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം, എടാ അത് എങ്ങനെയെങ്കിലും ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം, അത് ചെയ്യണം, അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനും അവിടെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ് ഒക്കെ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്ത് ചെയ്യണം, ഞാൻ നിങ്ങളോട് ചോദിക്കണം, പൂട്ടിക്കണോ വേണ്ടായോ ഉള്ളത് പറ.